ഈ ലോകത്ത് ഏതൊരാളും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാണ്. വിജയം, അംഗീകാരം, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തനതായ ഒരിടം. ഇതെല്ലാം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ആ കരുത്തുറ്റ മാധ്യമം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ വാക്കുകളാണ്. അതെ, ഒരാളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്ഭുതകരമായ പ്രഭാവം നമ്മുടെ വാക്കുകൾക്കുണ്ട്. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പുപോലെയാണ് ഓരോ വാക്കും. ഒരിക്കൽ പുറപ്പെട്ടാൽ അത് ലക്ഷ്യസ്ഥാനത്ത് ആഴത്തിലുള്ള സ്വാധീനമോ മാറ്റമോ ഉണ്ടാക്കിയിരിക്കും. വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാം, ഒരാളുടെ ചിന്താഗതിയെ സ്വാധീനിക്കാം, അതുമല്ലെങ്കിൽ ഒരാളെ തീർത്തും നിരാശനാക്കാം. അതുകൊണ്ട് വാക്കുകൾ വെറുമൊരു ആശയവിനിമയ ഉപാധിയല്ലെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ശരിയായ രീതിയിൽ പ്രയോഗിച്ചാൽ നമ്മെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണത്. സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആയുധം വാളോ തോക്കോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ വാക്കുകൾ തന്നെയാണ്. ലോകത്തെ വിറപ്പിക്കാനും മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാനും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനും വാക്കുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. പുറമെ അത്ര ആകർഷണീയനല്ലാത്ത ഒരാൾ പോലും തന്റെ സംസാര ശൈലി കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവനായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആദരവും പ്രശസ്തിയും സമ്പത്തുമെല്ലാം അയാൾ നേടിയെടുക്കുന്നു. എന്തുകൊണ്ട്? കാരണം വാക്കുകൾ എപ്പോൾ, എങ്ങനെ, ആരോട് ഉപയോഗിക്കണമെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. കണ്ടാൽ വളരെ സാധാരണക്കാരനെന്ന് തോന്നുമെങ്കിലും തന്റെ വാക്കുകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടാകാം. അത്തരക്കാർ പഠനത്തിൽ പിന്നിലാണെങ്കിൽ പോലും തന്റെ വാക്ചാതുരി കൊണ്ട് മാത്രം വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറിപ്പോകുന്നു. ഓർക്കുക, സംസാരിക്കാനുള്ള ഈ കല പഠിച്ചെടുക്കാൻ വലിയ ബിരുദങ്ങളുടെയോ പ്രത്യേക വിദ്യാഭ്യാസത്തിന്റെയോ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തുക മാത്രമാണ് ഇവിടെ വേണ്ടത്. വികാരങ്ങളെ വാക്കുകളിലൂടെ കൃത്യമായി പ്രകടിപ്പിക്കാൻ പഠിച്ചാൽ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് അപ്രാപ്യമല്ല. തളർന്നിരിക്കുന്നവനെ ഉന്മേഷവാനാക്കാനും ചിരിക്കുന്നവനെ ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ഇന്ദ്രജാലമാണ് സംസാരം. ഈ മാന്ത്രിക ശക്തി കൊണ്ടാണ് മികച്ച നേതാക്കൾ ജനഹൃദയങ്ങൾ ഭരിക്കുന്നതും കലാകാരന്മാർ ലോകത്തിന്റെ സ്നേഹം നേടുന്നതും വ്യാപാരികൾ തങ്ങളുടെ ബിസിനസിനെ ഉന്നതിയിൽ എത്തിക്കുന്നതും. ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും നമ്മെ വിജയിപ്പിക്കാൻ ഈ കഴിവിന് സാധിക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് എങ്ങനെ ലോകത്തെ കീഴടക്കാം? മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യിക്കാം? ഒരാളെ നമ്മുടെ വ്യക്തിത്വം കൊണ്ട് എങ്ങനെ ആകർഷിക്കാം? ഹിമാലയൻ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഒരു ബുദ്ധസന്യാസിയുടെ വിജ്ഞാനപ്രദമായ കഥയിലൂടെ നമുക്ക് ഈ രഹസ്യം മനസ്സിലാക്കാം. പക്ഷേ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പണ്ട് ഹിമാലയൻ മലനിരകൾക്കിടയിൽ അറിവുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാനായ ബുദ്ധസന്യാസി വസിച്ചിരുന്നു. ഈ ഹിമാലയൻ സന്യാസിയുടെ കഥയിലൂടെ സംസാരകലയുടെ ആ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആ യാത്ര തുടങ്ങാം. ആ ബുദ്ധസന്യാസിയുടെ കീർത്തിദേശങ്ങൾ കടന്ന് വിദൂരദിക്കുകളിൽ വരെ എത്തിയിരുന്നു. ഒരു ദിവസം ജിജ്ഞാസുവായ ഒരാൾ അദ്ദേഹത്തെ തേടിയെത്തി ഒരു സംശയം ഉന്നയിച്ചു. ഗുരുവേ, ലോകം പറയുന്നത് ബുദ്ധിയോടെയും ചടുലമായും സംസാരിക്കാൻ പഠിക്കണമെന്നാണ്. വാക്കുകളിൽ തന്ത്രമില്ലാത്തവൻ എന്നും പിന്നിലായി പോകുമത്രേ. എങ്ങനെയാണ് ഒരാൾക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നത്? ആ വിദ്യ എനിക്ക് ഉപദേശിച്ചു തരുമോ? ആഗതന്റെ വാക്കുകൾ ശാന്തനായി കേട്ടിരുന്ന സന്യാസി മെല്ലെ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, ഞാൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കുക, അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഈ പ്രപഞ്ചത്തിൽ എഴുതപ്പെട്ടതായാലും പറയപ്പെട്ടതായാലും വാക്കുകളേക്കാൾ വലിയൊരു ആയുധം വേറെയില്ല. ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയോട് ഏറ്റവും ഉചിതമായ രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ മാറിമറിയും. നമ്മുടെ വാക്കുകളെ നമുക്ക് വേണമെങ്കിൽ സുഗന്ധമുള്ള പൂക്കളാക്കാം, അല്ലെങ്കിൽ മൂർച്ചയുള്ള അമ്പുകളുമാക്കാം. ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാനും വാക്കുകൾക്ക് കരുത്തുണ്ട്. എന്നാൽ അതേ വാക്കുകൾ തന്നെ ആഴത്തിലുള്ള മുറിവുകൾ നൽകാനും കാരണമാകും. അദ്ദേഹം തുടർന്നു, വാക്കുകൾക്ക് ഒരു മനുഷ്യന്റെ ജീവിതം കെട്ടിപ്പടുക്കാനും തകർത്തെറിയാനും ശേഷിയുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിന്റെ വാക്കുകൾ കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം നിറയ്ക്കാം, അതുമല്ലെങ്കിൽ നിരാശയുടെ അന്ധകാരത്തിലേക്ക് അയാളെ തള്ളിയിടാം. ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാനും നിമിഷനേരം കൊണ്ട് തകർക്കാനും വാക്കുകൾ മതി. നിന്റെ ഓരോ വാക്കും നിന്നെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേക്കാം, അല്ലെങ്കിൽ നിന്നെ പതനത്തിലേക്ക് നയിച്ചേക്കാം. ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഈ ലോകത്തെ തന്നെയും നിർമ്മിക്കാനും നശിപ്പിക്കാനും വാക്കുകൾക്ക് കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാക്കുകളെ ലോകത്തിലെ ഏറ്റവും ശക്തവും മാരകവുമായ ആയുധമായി കണക്കാക്കുന്നത്. വാക്കുകൾ ബോധപൂർവം ഉപയോഗിച്ചാൽ അത് നിനക്കും നിന്നെ കേൾക്കുന്നവർക്കും വലിയ ഗുണകരമാകും. വാക്കുകളിൽ ഇന്ദ്രജാലമുണ്ടോ എന്ന് നീ അതിശയിച്ചേക്കാം. തീർച്ചയായുമുണ്ട്. ആ ജാലവിദ്യ പുറമേക്ക് ദൃശ്യമല്ലെങ്കിലും
അതിന്റെ ആഘാതം നിനക്ക് ചുറ്റും ദർശിക്കാൻ കഴിയും. മനസ്സ് തകർന്ന് കരയുന്നവനെ ചിരിപ്പിക്കാനും സന്തോഷിക്കുന്നവനെ ചിന്തിപ്പിക്കാനും വാക്കുകൾക്ക് സാധിക്കും. വാക്കുകളുടെ മാന്ത്രികത അറിയാവുന്നവനേക്കാൾ വലിയൊരു ജാലവിദ്യക്കാരൻ ഈ ലോകത്തില്ല. മറ്റുള്ളവരോട് സംവദിക്കാനും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുമുള്ള കഴിവ് ഒരു വലിയ കലയാണ്. ആ കല നീ സ്വായത്തമാക്കണം. അത് കൈവശമുണ്ടെങ്കിൽ നിനക്ക് മറ്റൊന്നും ഭയപ്പെടേണ്ടി വരില്ല. വിജയം താനെ നിന്നെ തേടിയെത്തും. ആളുകൾ കാന്തം പോലെ നിന്നിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതിനായി നീ പണമൊന്നും ചിലവാക്കേണ്ടതില്ല. വലിയ ബിരുദങ്ങൾ നേടിയിട്ടും പക്വമായി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയ എത്രയോ പേരെ നീ കണ്ടിട്ടുണ്ടാകും. അറിവിനേക്കാൾ വലിയ ശക്തി അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണെന്ന് നീ മനസ്സിലാക്കുക. പഠനകാര്യത്തിൽ അത്ര വലിയ മിടുക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ചിലർ അവരുടെ സംസാര ശൈലി കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തടസ്സങ്ങളില്ലാതെ ജീവിതത്തിന്റെ ഓരോ പടവുകളും അവർ അതിവേഗം കയറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനുള്ള ഈ കഴിവ് നേടിയെടുക്കുക എന്നത് അസാധ്യമായ ഒന്നല്ല. നമ്മുടെ ചില പഴയ ശീലങ്ങൾ മാറ്റാനും ചിന്താഗതിയിൽ ചെറിയൊരു പരിവർത്തനം വരുത്താനും തയ്യാറായാൽ ആർക്കും ഈ വിദ്യ സ്വന്തമാക്കാം. വാക്കുകളുടെ ആ കരുത്തിന് നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒരു നേതാവ് തന്റെ വാക്ചാതുരി കൊണ്ട് മാത്രം എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം തകർന്ന് നിരാശനായിരിക്കുന്ന ഒരാൾക്ക് പോലും പുതിയൊരു പ്രത്യാശ നൽകാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നും മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഈ കല എങ്ങനെ ജീവിതത്തിൽ പകർക്കാം എന്നുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാക്കുകളാകുന്ന അമ്പുകൾ വില്ലിൽ നിന്ന് തൊടുക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഞാനിത് ആരോടാണ് പറയുന്നത്? എന്തിനാണ് പറയുന്നത്? എന്റെ ഈ വാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ ഫലം എന്തായിരിക്കും? ദൈവം നമുക്ക് 2 കാതുകളും ഒരു വായയും നൽകിയത് കൂടുതൽ കേൾക്കാനും മിതമായി സംസാരിക്കാനും വേണ്ടിയാണ്. കുറച്ചു മാത്രം സംസാരിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും സാധിക്കും. ഏതൊരു പ്രവൃത്തിയിലും പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. നിങ്ങളും ജീവിതത്തിൽ ബുദ്ധിയോടെ സംസാരിക്കാനും വാക്കുകൾ ശരിയായി പ്രയോഗിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയേ തീരൂ. ബുദ്ധിയോടെ സംസാരിക്കുക എന്നാൽ മറ്റുള്ളവരെ ചതിക്കണമെന്നോ സ്വാർത്ഥനാകണമെന്നോ അല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായിരിക്കണം ഈ കഴിവ് ഉപയോഗിക്കേണ്ടത്. എത്രത്തോളം ആത്മാർത്ഥമായും മനോഹരമായും നമ്മൾ സംസാരിക്കുന്നുവോ അത്രത്തോളം ആളുകൾ നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഈ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിയോടെ സംസാരിക്കാൻ നമ്മൾ ശീലിക്കണം. ആ ബുദ്ധസന്യാസി തന്റെ ശിഷ്യനെപ്പോലെ വന്ന ആഗതന് നൽകിയ ആദ്യത്തെ പാഠം ഇതായിരുന്നു: നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാൻ പഠിക്കുക. സങ്കീർണമായ കാര്യങ്ങളെ ലളിതമായി പറയുന്നതിലാണ് ഒരാളുടെ ബുദ്ധി തെളിയുന്നത്. നിനക്ക് പറയാനുള്ളത് കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് നിന്നോട് മടുപ്പ് തോന്നും. പതുക്കെ അവർ നിന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കും. കാര്യങ്ങൾ വളച്ചൊടിച്ചും വലിച്ചു നീട്ടിയും അനാവശ്യമായി സംസാരിക്കുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടാകില്ലേ? അത്തരക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുമായിരുന്നു? അതേ മടുപ്പും വെറുപ്പും തന്നെയാകും നിങ്ങൾ അനാവശ്യമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കും തോന്നുക. ഇന്നത്തെ കാലത്ത് മിക്കവരും കാര്യങ്ങൾ നേരിട്ട് പറയാതെ വളച്ചൊടിച്ചു പറയാനാണ് താല്പര്യപ്പെടുന്നത്. അത് നിശ്ചയമായും ഒഴിവാക്കേണ്ട ഒന്നാണ്. കാര്യങ്ങൾ നേരിട്ട് പറയാതെ വളച്ചൊടിച്ച് സംസാരിക്കുന്നവർ പലപ്പോഴും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്: അവർ തങ്ങളുടെ വാക്കുകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന്. തൽഫലമായി കേൾക്കുന്നവർക്ക് ആ സംസാരത്തിൽ താല്പര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് നിനക്ക് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് യഥാർത്ഥ ബുദ്ധി. ഇന്നത്തെ തിരക്കുപിടിച്ച ലോകത്ത് ആർക്കും നിന്റെ നീണ്ട പ്രസംഗങ്ങൾ കേട്ടിരിക്കാൻ സമയമില്ല. എല്ലാവരും അവരവരുടെ ജോലികളിലും ജീവിതത്തിലും അത്രമേൽ തിരക്കിലാണ്. 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യത്തിന് എന്തിനാണ് നീ അരമണിക്കൂർ ചിലവാക്കി നിന്റെയും മറ്റുള്ളവരുടെയും സമയം കളയുന്നത്? നീ എത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നുവോ അത്രത്തോളം നിന്റെ വാക്കുകളുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി സംസാരിച്ചാൽ ആളുകൾ നിന്നെ കൂടുതൽ ബഹുമാനത്തോടെയും ഗൗരവത്തോടെയും കേൾക്കാൻ തുടങ്ങും. തുടർന്ന് ആ ബുദ്ധസന്യാസി 2ാമത്തെ പാഠം ഉപദേശിച്ചു: മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പഠിക്കുക. ആളുകൾ നിന്റെ കൂടെയായിരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി തോന്നണം. ഒരാളെ കൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ അല്പം പ്രശംസിക്കാൻ മടിക്കരുത്. കാരണം സ്വന്തം ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ഇതിൽ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ പ്രശംസിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: അത് പരിഹാസമായി അവർക്ക് തോന്നരുത്. ഉദാഹരണത്തിന്, നിറം കുറഞ്ഞ ഒരാളോട് നീ അതിസുന്ദരനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് കളിയാക്കലായി തോന്നും. അയാൾക്ക് നിന്നോട് ദേഷ്യം വരും. പകരം, കൂട്ടുകാരാ, ഇന്ന് നിന്നെ കാണാൻ നല്ല പ്രസരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് കേൾക്കാൻ ഇഷ്ടമാകും.
ചുരുക്കത്തിൽ മറ്റുള്ളവർക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം അവർക്ക് നൽകുക, എങ്കിൽ നിനക്ക് വേണ്ടത് അവർ സന്തോഷത്തോടെ ചെയ്തു തരും. മൂന്നാമത്തെ പാഠമായി സന്യാസി പറഞ്ഞത് ഇതായിരുന്നു: നീ എന്ത് സംസാരിച്ചാലും അത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ പറയുക. നിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരിക്കലും മടിക്കരുത്. പലർക്കും കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടാകും, പക്ഷെ 4 പേരുടെ മുന്നിൽ അത് പറയാൻ അവർക്ക് വലിയ സങ്കോചമാണ്. ഈ മടി കാരണം ആളുകൾ നിന്നെ വിശ്വസിക്കില്ല. നിനക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നവർ കരുതും. നിന്റെ വാക്കുകൾ വെറും കള്ളമാണെന്ന് പോലും അവർ വിധിയെഴുതിയേക്കാം. അതുകൊണ്ട് നീ ആരോടാണ് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അറിവുള്ള കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവരിൽ അത് വലിയ സ്വാധീനം ചെലുത്തും. ആത്മവിശ്വാസത്തിന് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കാന്തിക ശക്തിയുണ്ട്. നീ പതറിപ്പോയാൽ നിനക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ വാക്കും ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ ഉച്ചരിക്കുക. ആ ബുദ്ധസന്യാസി 4ാമത്തെ പാഠമായി ഉപദേശിച്ചത് വാക്കുകളിൽ വികാരങ്ങൾ നിറയ്ക്കാനാണ്. നിനക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വികാരങ്ങൾ കൂടി ചേർന്നില്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് എത്തില്ല. വികാരങ്ങൾ കോർത്തിണക്കിയ വാക്കുകൾക്ക് ഏത് കഠിന ഹൃദയത്തെയും കീഴടക്കാൻ കഴിയും. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് നിന്റെ ശബ്ദത്തിലും ഭാവത്തിലും മാറ്റം വരുത്തണം. ദുഃഖകരമായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ നിന്റെ ശബ്ദത്തിൽ ആ ആർദ്രതയുണ്ടാകണം. നേരെ മറിച്ച് സന്തോഷകരമായ ഒരവസ്ഥയിൽ നീ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഉന്മേഷം നിന്റെ വാക്കുകളിലും പ്രതിഫലിക്കണം. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിന് ശാന്തി നൽകുന്ന വാക്കുകളായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്. നിന്റെ ആ വാക്കുകളിലൂടെ അയാളുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ അയാൾക്ക് നിന്നോടൊരു പ്രത്യേക അടുപ്പം തോന്നും. ഒരേ വാചകം തന്നെ വ്യത്യസ്ത രീതിയിൽ പറയുന്നത് ആലോചിച്ചു നോക്കൂ. സ്നേഹത്തോടെ നീ ഒരാളോട് ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് പറയുന്നതും അതേ വാചകം ദേഷ്യത്തോടെ പറയുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമാണുള്ളത്. വാക്കുകൾ എല്ലാവർക്കും ഒരുപോലെയാണ്, എന്നാൽ അത് പ്രയോഗിക്കുന്ന രീതിയിലാണ് നിന്റെ ബുദ്ധി തെളിയുന്നത്. വികാരങ്ങളെ വാക്കുകളിലൂടെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്നവനാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴുന്നത്. തുടർന്ന് 5ാമത്തെ പാഠം സന്യാസി വ്യക്തമാക്കി: ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി സംസാരിക്കാൻ ശീലിക്കുക. നീ സംസാരത്തിനിടയിൽ ദൃഷ്ടി മാറ്റുകയോ ഒളിച്ചു നോക്കുകയോ ചെയ്താൽ നീ എന്തോ ഒളിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ നീ പറയുന്നത് കള്ളമാണെന്നും അവർക്ക് തോന്നും. നിന്റെ വാക്കുകളിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടും. എന്നാൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഒരാളുടെ കണ്ണുകളിൽ നോക്കി നീ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നിന്റെ വാക്കുകളിൽ ഉറച്ച വിശ്വാസം വരും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ തലയുയർത്തിപ്പിടിച്ചു തന്നെ സംസാരിക്കുക. എന്നാൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സേവകനെ പോലെ വിനീതനാവുകയും ചെയ്യുക. 6ാമത്തെ പാഠമായി സന്യാസി പറഞ്ഞത് നിന്റെ സംസാര ശൈലി പരിഷ്കരിക്കാനാണ്. അനാവശ്യമായി ഒരുപാട് സംസാരിക്കാതെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുക. നിന്റെ സംസാര വേഗതയിൽ ഒരു നിയന്ത്രണം വേണം. അത് അമിതമായി കൂടാനോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ബോറടിക്കുന്ന രീതിയിൽ കുറയാനോ പാടില്ല. ഓരോ വാക്കും വ്യക്തമായും ശുദ്ധമായും ഉച്ചരിക്കണം. കേൾക്കുന്നവർക്ക് ആയാസമില്ലാതെ നിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയണം. വാക്കുകളുടെ കൃത്യമായ ഉച്ചാരണവും മിതമായ വേഗതയും നിന്റെ വ്യക്തിത്വത്തിന് കൂടുതൽ ഗാംഭീര്യം നൽകും. നിങ്ങൾ അതിവേഗം സംസാരിക്കുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലാകില്ല. നേരെ മറിച്ച് വളരെ പതുക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മടുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. അമിതമായി ഒച്ചവെച്ച് സംസാരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല, തീരെ ശബ്ദം കുറച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ വ്യക്തവും സുഭഗവുമായിരിക്കണം. ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ 90 സെക്കൻഡുകളാണ് അയാൾ കേൾക്കാൻ യോഗ്യനാണോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നത്. ആ 1.5 മിനിറ്റ് നേരം ആളുകളെ നിങ്ങളുടെ സംസാരത്തിൽ പിടിച്ചിരുത്താൻ കഴിഞ്ഞാൽ അവർ നിങ്ങളുമായി മാനസികമായി അടുക്കുന്നു എന്നാണ് അർത്ഥം. ചിലർ അലറി വിളിച്ചും ചിലർ അവ്യക്തമായും സംസാരിക്കാറുണ്ട്. ഇതൊഴിവാക്കി നിങ്ങളുടെ ചിന്തകൾ ഒരാളുടെ കാതുകളിൽ കൃത്യമായി എത്തുന്ന പാകത്തിൽ ശബ്ദം ക്രമീകരിക്കുക. തുടർന്ന് ബുദ്ധസന്യാസി ആഗതന് 7ാമത്തെ ഉപദേശം നൽകി മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കുക. നിസ്വാർത്ഥമായി നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ തിരികെ സഹായിക്കാൻ അവരും സന്നദ്ധരാകും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിൽ കപടതകളില്ല. സ്നേഹത്തോടെ അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ അത് ഉടൻ ചെയ്തു തരും. ലാഭേച്ഛയില്ലാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുക മാത്രമല്ല, ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 8ാമത്തെയും അവസാനത്തെയും പാഠമായി സന്യാസി പറഞ്ഞത് കേൾക്കാനുള്ള ശീലം വളർത്തുക എന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്നവരെയോ സ്വന്തം കാര്യങ്ങൾ മാത്രം പുകഴ്ത്തി പറയുന്നവരെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. എന്നാൽ വിജയികളായ മനുഷ്യർ എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും ആലോചിച്ച് മാത്രം മറുപടി നൽകുകയും ചെയ്യുന്നവരാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് പക്വതയോടെ സംസാരിക്കുന്നവനാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത്.
ഇത്രയും പറഞ്ഞ് ആ ബുദ്ധസന്യാസി മൗനത്തിലാണ്ടു. ആഗതൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. സുഹൃത്തുക്കളെ, ഈ കഥയിലൂടെ വാക്കുകളുടെയും സംസാരത്തിന്റെയും വലിയൊരു പാഠമാണ് നമ്മൾ പഠിച്ചത്. ഈ കഥ നിങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പകർന്നു നൽകാനായി ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യുക. വാക്കുകൾ കൊണ്ട് ലോകം കീഴടക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ യാത്രയിൽ ഇനിയും നമ്മോടൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം.